അഭിഷേകതലം തലയിൽ വീണ രാജാവ് ഉടനെ രാജാവാകാനല്ല പോയത്. അവൻ കാട്ടിൽ വലയേണ്ടി വന്നു. അപ്പോൾ ദൈവനോട് സംസാരിച്ച വേദഭാഗമാണ്, മകനെ, ഞാൻ നിന്റെ ഉഴൽച്ചകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടും അഭിഷേകതലം തലയിൽ വീണിട്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടും അഴലുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, പ്രിയ ദൈവവേദലേ, ദൈവം നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവമാണ്. അടുത്ത പദം, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കുന്നു. അതെ, ദാവീദ് ഒരുക്കിയ കണ്ണുനീരുകൾ ദൈവം തന്നെ തുരുത്തിയിലാക്കി വെച്ചു. വിവിധ സ്ഥലങ്ങളിൽ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കണ്ണുനീർ കൈലേസുകളിൽ തീരുന്നില്ല. നിങ്ങളുടെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആരും അറിയാതെ, ആരോടും പറയാതെ, ആരോടും അറിയിക്കാതെ നിങ്ങൾ രഹസ്യമായി കരയുന്ന അനേക വിഷയങ്ങൾക്ക് പരസ്യമായി എൻ്റെ ദൈവം ഉത്തരം തരുവാൻ ശക്തനായവനാണ്. ആരോടും പറയാതെ നിങ്ങൾ കരയുന്ന അനേക കാര്യങ്ങളുണ്ട്, രഹസ്യമായി നിലവിളിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. എല്ലാവരും കാണുക, ദൈവം അതിന് ഉത്തരം നൽകുന്നവനാണ്.